അതല്ല, സഹാബിമാരത് പ്രയോഗിച്ചിരുന്നു, അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു, വിശേഷം ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ ഹസനിക്ക് തെളിയിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ദർ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു മഹ്ഖ് റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ധാരാളം സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബി എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന ഒരു വിശേഷണം നിരുപാധികം പറ്റുമോ? അതിനാർക്കും എതിർപ്പില്ല. അതാണ് നിങ്ങൾ കൊണ്ടുവന്ന ഹദീസുകൾ. ആ ഹദീസുകളൊന്നും ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ള, അതേപോലെ തന്നെ യാ റസൂലല്ലാ എന്നൊക്കെ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് വിശേഷിപ്പിച്ചത് റസൂലുള്ള, നബിയുള്ള എന്നൊക്കെയാണ്. എന്നാൽ അവരാരും ഹബീബുന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് റെഫറൻസ് പറഞ്ഞു തരാം. സ്വഹീഹ് മുസ്ലിമിന്റെ 86-ാമത്തെ ഹദീസ്, സ്വഹീഹ് ഇബ്നു ഹിബ്ബാന്റെ 6713-ാമത്തെ ഹദീസ്, സുനൻ അബീ ദാവൂദിന്റെ 4164-ാമത്തെ ഹദീസ്, അതേപോലെ നസായിയുടെ 2404-ാമത്തെ ഹദീസ്, മുസ്നദ് ബിൻ ജായിദിന്റെ 3422-ാമത്തെ ഹദീസ്, മുസന്നഫ് ബിൻ അബി ഷൈബയുടെ 10700-ാമത്തെ ഹദീസ്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന ഒരു വിശേഷണം നിരുപാധികം പറ്റുമോ? അതിനാർക്കും എതിർപ്പില്ല. അതല്ല, സഹാബിമാരത് പ്രയോഗിച്ചിരുന്നു, അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു, വിശേഷം ഉണ്ടായിരുന്നു എന്ന് ഈ ഫൈസൽ ഹസനിക്ക് തെളിയിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ എന്നത് ഇവിടെ ചർച്ചയല്ല.